പ്രൈസ് ഗാഡ്. താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് ഇങ്ങനെ തിരുവചനം ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് നമ്മൾക്ക് ദീർഘായുസ്സും ബലവും ഒക്കെ തന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ സ്തോത്രം ചൊല്ലുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിൽ സിറ്റി ഫെലോഷിപ്പ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുന്നല്ലോ. പാസ്റ്റർ സുനിൽ, അദ്ദേഹം ആയിട്ട് ദീർഘനാളുകളിലുള്ള ആത്മീക ബന്ധമുണ്ട്. കർത്താവിന്റെ ദാസനുമായി വളരെ അടുപ്പത്തോടെ ആയിരിക്കുന്നു തൻ്റെ ഫാമിലി. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ദീർഘനാളുകൾക്ക് മുൻപ് ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ചിട്ടുണ്ട് ദീർഘനാളുകൾ. അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം. ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ അവസരത്തിലൊക്കെ ദൈവദാസൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളോട് ഒത്തുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. പ്രിയ കർത്താവിന്റെ ദാസനും ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് കർത്താവിന്റെ ദാസന്മാർക്കും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തുവിൽ ഞാൻ എൻ്റെ പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇവിടെ ചില വോൾട്ടേജ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ മുഖം ശരിയായി കാണാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദീർഘനാളുകളായിട്ട് ഈ പ്ലാറ്റ്ഫോം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അനേക ആളുകൾക്ക് അത് പ്രയോജനവും അനേക ആളുകൾക്ക് ഗുണകരവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. സർവശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിലാണ് നമ്മളായിരിക്കുന്നത്. എൻ്റെ പേര് പോസ്റ്ററിൽ കണ്ടതുപോലെ ഒഫീഷ്യൽ നെയിം ജോസഫ് ജോൺ എന്നാണ്. IPC ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ മരങ്ങാട്ട് പള്ളിയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. 6 വർഷമായിട്ട് സഭയുടെ ശുശ്രൂഷകനായി അവിടെ ആ സഭയിലായിരിക്കുന്നു. ദൈവം ഞങ്ങളെ കുടുംബമായി പരിപാലിക്കുന്നു. എനിക്ക് 3 കുട്ടികൾ. എല്ലാവരും പഠിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. വൈഫ്, ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പാസ്റ്റർ സുനിലിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ 2022 മുതൽ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം ചില പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ സമാനതകളില്ലാത്ത ചില പ്രശ്നത്തെ ഞങ്ങൾ നേരിട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു പോയ സമയത്തൊക്കെയും ജീവനുള്ള സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഈ സൂമിൽ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ കർത്താവിന് സ്തോത്രം ചൊല്ലുകയാണ്. 113 സങ്കീർത്തനത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ ഞാനിവിടെ ശബ്ദമുയർത്തി വായിക്കുകയാണ്. 113 സങ്കീർത്തനത്തിന്റെ 7, 8 വാക്യങ്ങൾ വളരെ നമ്മൾക്ക് ഹൃദയത്തിൽ ആശ്വാസം പകരുന്ന, നമ്മുടെ ജീവിതത്തെ ഒന്ന് തലോടുന്ന, സ്പർശിക്കുന്ന, നമ്മുടെ അന്തരാത്മാവിനെ ഉണർത്തുന്ന ഒരു വചനമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിക്കുന്നത്. വചനം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. അടുത്തത്, പ്രഭുക്കന്മാരോട് കൂടെ, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നമുക്ക് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
കേൾക്കാമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത മറ്റാർക്കും ഷെയർ ചെയ്യാൻ കഴിയാത്ത 3 പ്രധാനപ്പെട്ടതായിരിക്കുന്ന സവിശേഷ ഗുണങ്ങൾ നമ്മുടെ ദൈവത്തിനുണ്ട്. ഒന്ന്, അവന് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. നമ്മുടെ ദൈവം ഷെയർ ചെയ്യുന്ന ചില നന്മകൾ, ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. സ്നേഹം, വാത്സല്യം, കരുണ, ആർദ്രത തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യനിലേക്ക് പകർന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. എന്നാൽ ഈ 3 ഞാൻ ആദ്യം പറഞ്ഞ 3 ഗുണങ്ങൾ അതാർക്കും ഷെയർ ചെയ്തിട്ടില്ല ദൈവം. അപ്പൊ ദൈവമായിരിക്കുന്നതിന്റെ സവിശേഷ ഗുണങ്ങളിൽ, ആട്രിബ്യൂട്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പൊടിയാണ്. നമ്മളെല്ലാവരും അപ്രാപ്തരാണ്, കഴിവുകെട്ടവരാണ്, ബലഹീനരാണ്. പക്ഷെ നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണ എത്ര വലുതാണെന്നറിയാം. ഓരോ ദിനവും സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്തരാത്മാവോട് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും രാവിലെയൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ശുദ്ധിയുള്ള ഹൃദയത്തോടെ ശുദ്ധീകരിക്കപ്പെട്ട്, കർത്താവെ നീ എന്നോടൊന്ന് ഇടപെടണമേ, നീ എന്നോട് കൂടെ ഇരിക്കണമേ, നിന്റെ ആത്മാവ് എൻ്റെ കരത്തിലൊന്ന് പിടിച്ചുകൊള്ളണമേ എന്നൊക്കെയുള്ള വളരെ ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ ദൈവത്തിന് നമ്മെ വളർത്താൻ കഴിയും, മാറ്റാൻ കഴിയും, ചേഞ്ച് ചെയ്യാൻ കഴിയും, ഉയർത്താൻ കഴിയും. ഇവിടെ ഈ 113 സങ്കീർത്തനം അതിങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്ന ഈജിപ്ഷ്യൻ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന്, ഈജിപ്ഷ്യനിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടു പോകുന്നതിന്റെ ഒരു സൂചനകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സ്തോത്രം. എങ്കിലും നമ്മൾക്ക് ഈ ഭാഗത്ത് അവൻ ദൈവത്തിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പരിപാലനം, ഇവയൊക്കെ നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. ഇനി ഇവിടെ കാണുന്നതാണ്, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ഫ്രം ദ ഡസ്റ്റ്, പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. സ്തോത്രം. ഇപ്പൊ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, മനുഷ്യൻ കടന്നു പോകുന്ന ഏറ്റവും പതറ്റിക്കായ സിറ്റുവേഷൻ, ഏറ്റവും ദരിദ്രാനുഭവം, ഏറ്റവും സർക്കംസ്റ്റാൻസുകൾ, അവന്റെ സാഹചര്യങ്ങൾ മുഴുവൻ വല്ലാതെ കുഴഞ്ഞു പോകുന്ന, വല്ലാതെ തകർന്നു പോകുന്ന അനുഭവത്തിൽ ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ ഇങ്ങനൊരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം ദൈവമക്കളെ. ഇങ്ങനൊരു ദൈവം നമുക്കുണ്ട്. എന്താണെന്നറിയുമോ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നമ്മളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ അറിയാൻ കഴിയും, നമ്മുടെ സിറ്റുവേഷൻസുകളെ അറിയാൻ കഴിയും, നമ്മുടെ സാഹചര്യങ്ങളെ അറിയാൻ കഴിയും. അവൻ പറയാണ്, ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പൊടി ഏറ്റവും ഡീപ്പസ്റ്റ് ആയ, ഏറ്റവും താഴ്ന്നു കിടക്കുന്ന അനുഭവത്തെ സൂചിപ്പിക്കാനാണ് ഈ പൊടിയെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത അനുഭവം. ഒരു കാര്യം, ഞാൻ നിന്നെ പൊടിയിലേക്ക് ചേരുമാറാക്കും എന്നുള്ള പദമൊക്കെ നമുക്കറിയാം. പൊടിയിലേക്ക് ചേരുമാറാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഏറ്റവും നിസ്സഹായമാകുന്ന, ഒന്നും ചെയ്യാൻ കഴിയാത്ത അനുഭവങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന ഒരനുഭവമാണ്. സ്തോത്രം. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒരു പ്രോമിസ് തരികയാണ്, ഞാൻ നിന്നെ പൊടിയിൽ നിന്ന്, സ്തോത്രം, ആമേൻ,
എഴുന്നേൽപ്പിക്കും, പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ മിറക്കിൾ പവർ, ദൈവത്തിന്റെ അത്യന്തിക ശക്തി നമ്മളെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. നമ്മൾ അതൊക്കെ ഈ പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾക്കതൊക്കെ വായിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ അതിന്റെ ആ വലിയ പ്രവൃത്തി നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കണം ദൈവമക്കളെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഭാഗം വായിക്കുമ്പോൾ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്, അസ്ഥി നിറഞ്ഞ താഴ്വരയിൽ അസ്ഥികൾ മുഴുവൻ ചിതറിക്കിടക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് പൊടി പിടിച്ചു കിടന്ന് മണ്ണ് ആ അസ്ഥികളെ വല്ലാതെ മൂടിയിരുന്നു. സ്തോത്രം. ഒരു പൊടിയോട് പറ്റിച്ചേർന്ന് കിടന്നു. ഒന്നും പുറത്തു വരത്തില്ലെന്ന് സാഹചര്യം വിധി എഴുതി. രാഷ്ട്രീയ സാഹചര്യം, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്. രാഷ്ട്രീയ സാഹചര്യം വിധി എഴുതി. അവരുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വിധി എഴുതി. സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. അവൻ എന്താ ചെയ്തത്? അവന്റെ ശക്തിയുള്ള വചനം കൊണ്ട് അവൻ ആ പൊടിയെ ഒന്ന് മാറ്റി, മണ്ണിന്റെ ശക്തിയെ ഒന്ന് മാറ്റി, ബലഹീനതകളെ മാറ്റിയിട്ട് ആസ്തികളെ ഒന്ന് ജീവിപ്പിച്ചെഴുന്നേൽപ്പിക്കുക. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ്, എനിക്കറിയാം, ചില വ്യക്തികളുടെ ഉള്ളത്തോട് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കൃത്യമായി ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മെ പൊടിക്കകത്തമർത്തിക്കളയുന്ന മണ്ണിന്റെ ബലങ്ങൾ കൊണ്ട് മൂടപ്പെട്ട അസ്ഥികളുടെ ആ ശക്തികളെ അസ്ഥികളുടെ അതിനെ മൂടിക്കെട്ടിയ മണ്ണുകളുടെ ബലത്തെ മുഴുവൻ അകത്തിക്കളഞ്ഞ് മൊത്തം തകർത്ത് കളഞ്ഞ് കർത്താവ് ആ പൊടിയിൽ നിന്ന് തന്റെ പ്രവൃത്തി കൊണ്ട് ആസ്തികളെ ജീവിപ്പിച്ചെഴുന്നേൽപ്പിക്കുക. എങ്ങനാ? ഒരു സൈന്യം പോലെ. അടുത്ത പദം പ്രധാനപ്പെട്ട പദമാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പദം ആ 37 അധ്യായം വായിച്ചു വരുമ്പോൾ കാണുന്നത്, അവൻ ശവക്കുഴി തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നെന്നാ പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവമക്കളെ, ഈ ശവക്കുഴി തുറന്ന് നിർജീവാവസ്ഥകളിൽ കിടന്ന, പൊടിയായി കിടന്നതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നോട് ഒരു രോഗക്കിടക്കയിൽ സംസാരിച്ച വചനമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരും. ഇന്ന് പകലിൽ ഏതൊക്കെയോ വിഷയത്തിന് വേണ്ടി നമ്മൾ വേദനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നിന്റെ സാഹചര്യങ്ങൾ എത്ര പ്രതിസന്ധി ആയാലും, നിന്റെ പ്രതികൂല അവസ്ഥകളിൽ നീ നട്ടം തിരിയുന്ന വ്യക്തി ആയാലും, സർവശക്തൻ പറയുക, ഞാൻ ശവക്കുഴി തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. പൊടിയിൽ നിന്ന് അവൻ ശവക്കുഴിയിൽ നിന്ന് കയറ്റി. സ്തോത്രം. അതാണ് പറയുക, ശവക്കുഴിയിൽ നിന്ന് കയറ്റി എന്നാണ് പറയുക. അവൻ ഇത് പുറത്തു കൊണ്ടുവരും. ഇവിടെ പറയുന്നത്, എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിക്കുക, പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽപ്പിക്കുന്ന പ്രവൃത്തി ദൈവത്തിനാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന കാര്യമുണ്ട്. ശത്രുവായവൻ നമ്മുടെ ജീവിതത്തെ തച്ചു മുടിച്ചു കളഞ്ഞാലും, പൊടിക്ക് സമാനമായി, ധൂളിക്ക് സമാനമായി തകർന്നു പോയാലും, സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോയാലും, സർവശക്തന്റെ കരം എന്റെയും നിന്റെ ഈ കരത്തിൽ പിടിച്ചിട്ട് പറയും, ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എഴുന്നേൽക്കുക. എന്റെ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം നമ്മെ പൊടിയിൽ നിന്ന് എഴുന്നേൽക്കുകയല്ല, എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രിയകൾ നമ്മിൽ വ്യാപരിക്കുമ്പോൾ, ഇനിയും ഒരു ഉയർച്ച എനിക്കില്ല, ഇനിയും ഒരു ജീവിതത്തിന്റെ ഒരു നല്ല കാലം എനിക്കില്ല, എന്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ എന്നോടുകൂടെ മണ്ണിൽ അകപ്പെട്ടു പോകത്തേയുള്ളെന്ന് പിശാചി നിന്റെ കാതുകളിൽ വന്ന് ശക്തിയോടെ വാദിക്കുമ്പോൾ, ദൈവാത്മാവ് പറയും,
പറയുന്ന ഒരു കാര്യമുണ്ട്. പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം, മരണകരമായ ബന്ധനങ്ങൾക്കകത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം, പോരുകൾക്കകത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം, പ്രതികൂലത്തിന്റെ അകത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന മഹാദൈവം നിന്റെ കരത്തിൽ പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അടുത്തത് നമ്മൾ കാണുന്നത്, സ്തോത്രം, ദരിദ്രനെ കുപ്പയിൽ നിന്നുയർത്തുന്നു. ദരിദ്രൻ, ദരിദ്രൻ, ദരിദ്രൻ. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ വേദന എത്ര വലുതാണ്. സ്തോത്രം. ഒന്നിനും ഒന്നിനും ആമേൻ ചെയ്തു തീർക്കാൻ കഴിയാതെ വണ്ണം ദാരിദ്ര്യം അനുഭവിക്കുക. രണ്ട് നിലകളിലുള്ള ദാരിദ്ര്യമുണ്ട്. അത് ഫിനാൻഷ്യൽ ആയിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. മറ്റൊന്ന് അവൻ ആത്മീക മേഖലകളിലെ ദാരിദ്ര്യം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആത്മീക മേഖലകളിലെ ദാരിദ്ര്യങ്ങളെ നമ്മൾ മറികടക്കുന്നവരാകണം. അതിനെന്താണ് ചെയ്യേണ്ടത്? സമ്പത്ത് സ്വർഗത്തിലുണ്ട്. വചനം അത് നമ്മൾ ക്രിയ ചെയ്യണം. അത് നമ്മളിൽ ക്രിയ ചെയ്യണം. നമ്മുടെ ജീവിതത്തെ ദാരിദ്ര്യാനുഭവങ്ങളിൽ നിന്ന് അവൻ പുതുക്കത്തിലേക്ക് വരണം. സ്തോത്രം. വചനം പറയുകയാണ്, നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാകണം. ദൈവവിഷയമായി സമ്പന്നരാകണം. എന്താ ദൈവവിഷയമായി സമ്പന്നരാകുക? നമ്മുടെ ജീവിതത്തിൽ ഒരു 24 മണിക്കൂർ, 48 മണിക്കൂർ, 24 മണിക്കൂർ, സ്തോത്രം, ഇതൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ എത്രമാത്രം സർവശക്തനായ ദൈവത്തിന്റെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ദൈവ വിഷയത്തിൽ നമ്മൾ വ്യാപൃതരാകുന്നുണ്ട്, ആത്മീക ചിന്തയും നിന്റെ ഹൃദയവും തമ്മിലൊന്ന് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്, പരിശുദ്ധാത്മാവും നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മളൊക്കെ ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ദാരിദ്ര്യാനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാ. പക്ഷെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, കുപ്പയിൽ നിന്ന് ഉയർത്തും, കുപ്പയിൽ നിന്ന് ഉയർത്തും. സ്തോത്രം. കുപ്പയിൽ കിടക്കുന്നവനെ ഉയർത്തപ്പെട്ടാലുള്ളതിന്റെ മഹത്വം മനസ്സിലാക്കത്തുള്ളൂ. സ്തോത്രം. നമ്മളെല്ലാം ഇങ്ങനെ സന്തോഷിക്കുന്നതിന്റെ കാര്യമൊന്നുണ്ട്, നമ്മളെല്ലാവരും ഇരുട്ടിന്റെ അവകാശത്തിൽ കിടന്നവരാ. എന്നാൽ ഇപ്പോൾ പുത്രന്റെ രാജ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചേക്കുക. സ്തോത്രം. രാജകീയ പുരോഹിത ആമേൻ പൗരന്മാരായി ദൈവം നമ്മളെ അമ്മൻ ഇവിടെ എങ്ങനെ ആക്കി വെച്ചേക്കുക. സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി സാഹചര്യങ്ങൾ ദൈവം മാറ്റിയിട്ടില്ലേ? അപ്പോൾ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആമേൻ, ദരിദ്രൻ ഒരിക്കലും ഒരു പ്രത്യാശയില്ല. ദരിദ്രന് ഒരിക്കലും, അല്ലെങ്കിൽ കുപ്പയിൽ കിടക്കുന്നവന് ഒരിക്കലും ഒരു പ്രത്യാശയില്ല. അവൻ പുറത്തു വരുമെന്നോ, അവന്റെ ജീവിതം ക്രമമാകുമെന്നോ, അവൻ ഉയർത്തപ്പെടുമെന്നോ, അവനൊരു ആമേൻ പ്രഭുക്കന്മാരുടെ പന്തിയിൽ ഇരുത്തപ്പെടുമെന്നോ ഒന്നും ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ ദൈവത്തിന്റെ വർക്കല്ല നോക്കിയേ. നമ്മൾ തിരുവചനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വർക്കല്ല നോക്കിയേ. ദൈവത്തിന്റെ വർക്കെല്ലാം നമ്മൾ കാണുന്നത്, ആമേൻ, ഒരു സാധ്യതയും ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ഇല്ലാതെ ഇരുന്ന ആളുകളെയൊക്കെയാണ് ദൈവം തമ്പുരാൻ ഏറ്റവും മികച്ച നിലവാരത്തിലേക്കും ഏറ്റവും ശ്രദ്ധേയമാകുന്ന സ്ഥാനങ്ങളിലേക്കും ഒക്കെ ദൈവം കൊണ്ടുവന്നത്. നമുക്ക് എത്രയോ പേരെ അറിയാം. ദാവീദിനെ നമുക്കറിയത്തില്ലേ? ദാവീദ് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞത്, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പന്റെ ആടുകളെ മേയിച്ച് ഇങ്ങനെ നടക്കണമെന്നായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണയുടെ കരം അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ദാൻ മുതൽ ബേർശെബ വരെയുള്ള വിസ്തൃതമാകുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കി തീർക്കുകയാണ്. സ്തോത്രം. സാമാനങ്ങളുടെ ഇടയിൽ മറഞ്ഞിരുന്ന ഒരുവനെ നമുക്കറിയാം, ശൗല്. ദൈവം അവനെ കൊണ്ടുവന്ന് പ്രധാന സ്ഥാനത്തിരുത്തുകയാണ്. സ്തോത്രം. കാട്ടത്തിപ്പഴം പെറുക്കുന്ന ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രവാചകനെ, കാട്ടത്തിപ്പഴം പെറുക്കുന്ന പ്രവാചകനെ, ആമേൻ, അവനെ ദൂതുവാഹിയാക്കി ദൈവം തീർത്തത് നമ്മൾ കണ്ടില്ലേ? സ്വർഗത്തിലെ ദൈവത്തിന് എത്രയോ ആഴത്തിൽ കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അപ്പൊ കുപ്പയിൽ കിടക്കുന്നവർ ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ നമ്മുടെ ദൈവം പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഐ വിൽ ലിഫ്റ്റ് അപ്പ് യു ഫ്രം ദ ഡസ്റ്റ്. ആമേൻ. ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. ഞാൻ നിന്നെ കുപ്പയിൽ നിന്ന് ആമേൻ ഉയർത്തും. ഉയർത്തും. ഒന്ന്, എഴുന്നേൽപ്പിക്കും. രണ്ട്, ഉയർത്തും.
കേട്ടുക ദൈവമക്കളെ, ഒന്ന് എഴുന്നേൽപ്പിക്കും, രണ്ട് ഉയർത്തും. സ്തോത്രം. ഉയർത്തുക, ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക, ഉയർത്തുക, ഉയർത്തും. ദൈവം ഉയർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവം ഉയർത്തി കഴിഞ്ഞാൽ സാഹചര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. സാഹചര്യങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തി ചെയ്ത് ഉയർത്തും. ആമേൻ. ശ്രദ്ധിക്കണം, നമ്മൾക്ക് യോസഫിന്റെ ജീവിതം നമുക്കറിയാം. സ്തോത്രം. ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ അവന്റെ അകത്ത ദൈവിക ബന്ധം, അവന്റെ അകത്ത ദൈവിക ബന്ധം, എല്ലാവരും ദർശനം എന്നൊക്കെയാണ് പറയുന്നതിന്. പക്ഷെ ഞാൻ പറയുന്ന അങ്ങനെയല്ല. അവൻ ശേഖേമിൽ വഴിതെറ്റി അലഞ്ഞപ്പോൾ, ദോദാനിലേക്ക് ചെന്ന് വീണപ്പോൾ, അവിടുത്തെ പൊട്ടക്കിണറിൽ കിടന്നപ്പോൾ, ആമേൻ സ്തോത്രം, പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ആമേൻ സമാനതകളില്ലാത്ത പ്രതിസന്ധി അവൻ അനുഭവിച്ചപ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് കുണ്ടറയിൽ അകപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒക്കെ അവന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം. ആമേൻ. ജെസ്സി ജോർജ്, സ്തോത്രം. ശ്രദ്ധിക്കണം, ദൈവവുമായിട്ട് ഒരു അഭേദ്യമാകുന്ന ബന്ധം, ഒരു റിലേറ്റഡ് ആയിരിക്കുന്ന അഭേദ്യമാകുന്ന ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കാര്യം പേഴ്സണൽ ആയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, ശ്രദ്ധ തെറ്റിച്ച് കളയുന്ന, ഹൃദയത്തിന്റെ ഏകാഗ്രതകളെ കുലച്ചു കളയുന്ന ചില പ്രതികൂല പോരാട്ടങ്ങൾ ഭർത്തദാസി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നീ ഏകാഗ്രതയുള്ളവരായിരുന്ന് ഉലച്ചു കളയുന്ന പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ദൈവകൃപ ദൈവാത്മാവ് പകരും. ഹല്ലേലൂയ. എന്താ ചെയ്യുന്നേ? സ്തോത്രം. യോസഫിനെ സ്വർഗത്തിലെ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവന്നു. അവനെ ഏറ്റവും നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. സ്തോത്രം. പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവനെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് എവിടാണെന്ന് അറിയുമോ? പ്രഭുക്കന്മാരോട് കൂട്ടത്തിൽ ഇരുത്തുക. സ്തോത്രം. തുടങ്ങിയത് എവിടുന്നാണ് തുടങ്ങിയത്? സ്തോത്രം. അവന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് വഴിതെറ്റി അലഞ്ഞവനായി നിൽക്കുന്നവനെ ആമേൻ വലിയ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ അവനൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. ഞാൻ എന്റെ ദൈവത്തോട് എപ്പോഴും പറയുന്ന, കർത്താവേ, നീ എന്റെ കയ്യിൽ പിടിക്കണം. സ്തോത്രം. എന്റെ മക്കളുടെ കാര്യത്തിൽ കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ കയ്യിൽ പിടിക്കണം, നീ എന്റെ കയ്യിൽ പിടിക്കണം. പരിശുദ്ധൻ ഇങ്ങനെ കയ്യിൽ പിടിക്കണം. നമ്മുടെ അപ്പൻ മക്കളുടെ കയ്യിൽ പിടിക്കുന്നത് പോലെ ഒരു സ്ട്രോങ് ആയിരിക്കുന്ന ആമേൻ സ്തോത്രം ഒരു പിടുത്തം, ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ഉണ്ടല്ലോ, സ്തോത്രം, അപ്പാ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ കരയുമ്പോൾ അവൻ ഓടി നമ്മുടെ അരികിലേക്ക് വരുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൻ നമ്മുടെ കയ്യിൽ പിടിക്കണം, അവൻ നമ്മുടെ കയ്യിൽ മുറുകെ പിടിക്കണം. സ്തോത്രം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ദൈവമേ എന്ന് വിളിച്ചിട്ട്, സ്തോത്രം, എന്റെ മക്കളുടെ കയ്യിൽ എന്റെ പരിശുദ്ധം പിടിച്ചു കൊള്ളണം, എന്റെ കർത്താവ് പിടിക്കണം, അവരെത്തേണ്ടിടത്ത് നീ അവരെ കൊണ്ടെത്തിക്കണമെന്ന് നീ നിന്റെ ദൈവത്തോട് പറഞ്ഞാൽ അവരെ അവിടെ കൊണ്ട് ഉറപ്പിക്കാനും വാഗ്ദത്തങ്ങളിൽ നിവർത്തി വരുത്താനും ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്താം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹമ്പിൾ, പ്രതീക്ഷയില്ലാത്തവനെ പല വിഷയത്തിലും പ്രതീക്ഷ അറ്റപ്പെട്ടവരായിരിക്കുന്നുണ്ടെങ്കിൽ ഗോഡ് ഈസ് ഏബിൾ. ഞാൻ അതാണ് അതിന്റെ ഫോക്കസ് ചെയ്തേക്കുന്ന. എൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ദൈവത്തിന് കഴിയും, ദൈവത്തിനെല്ലാം കഴിയും. ദൈവത്തിന് അസാധ്യമായ മേഖലകളിൽ വലിയ ചേഞ്ച് വരുത്താൻ കഴിയും. അവൻ എന്ത് ചെയ്യാ? പ്രതീക്ഷയില്ലാത്ത ഒരുത്തനെ, അവനെ കൊണ്ടുവന്ന ദരിദ്രനെ ആമേൻ പ്രഭുക്കന്മാരോട് കൂടെ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ഒന്ന് എഴുന്നേൽപ്പിക്കുന്നു, രണ്ട് ഉയർത്തുന്നു, മൂന്ന് ഇരുത്തുന്നു. 3 പ്രോസസ്സാണ് കർത്താവ് ചെയ്യുന്നത്. ഒന്ന് എഴുന്നേൽപ്പിക്കും, രണ്ട് ഉയർത്തും, മൂന്ന് ഇരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു, ഉയർത്തിക്കൊണ്ട് വരുന്നു, ഇരുത്തുന്നു. സ്തോത്രം. ഈ 3 കാര്യങ്ങൾ സ്വർഗത്തിന്റെ ദൈവത്തിന് നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ കഴിയും. നമ്മൾ മിനിസ്ട്രിയിൽ കർത്താവിനോട് പറയണം, സ്വർഗത്തിലെ ദൈവമേ, നീ എന്നെ ഒന്ന് ഉയർത്തണമെന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ഉയർത്തണമെന്ന്, നിന്റെ സന്നിധിയിൽ എന്നെ ഒന്ന് ഇരുത്തണമെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് മുൻപാകെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തൻ നമ്മളെ ഒന്ന് ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ കർത്താവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കോറിയിടുമ്പോൾ, ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ച് എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു വലിയ തിളപ്പ് നമ്മളുടെ ഉള്ളത്തിന്റെ അകത്ത് വ്യാപരിക്കാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മുടെ നാവ് തുറക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയം നമ്മൾ തുറക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കും. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ ദൈവത്തിന് സാധ്യമാകുന്ന ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത ഇന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അടുത്ത പറയുന്നത് ഇങ്ങനെയാണ്: അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. അവൾ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷം. ബാരൻ വൂം. സ്തോത്രം. അവൻ മരുഭൂമി സമാനമായിരിക്കുന്ന സ്തോത്ര അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു റീപ്രൊഡക്ഷൻ നടത്താൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗർഭപാത്രം. സ്തോത്രം. അത് പേറിക്കൊണ്ട് നടക്കുന്ന ഒരു സഹോദരിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇത് ഒരാളെ കുറിച്ചല്ല, ഈ കാലഘട്ടത്തിലും ദൈവം സംസാരിക്കുകയാണ്. സ്തോത്രം. ഒരു പ്രൊഡക്ഷൻ ഇല്ലാതെ, ഒരു ജന്മം കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാതെ, സ്തോത്രം, ദുഃഖിതയായി നടക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയുകയാണ്, ഞാൻ മച്ചിയായവളെ മക്കളുടെ അമ്മയാക്കി തീർക്കും, ഞാൻ അവളുടെ സ്ഥിതി മാറ്റും. സ്തോത്രം. ദൈവമക്കളെ, ഈ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയിലൊന്ന് മക്കളാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ സ്തോത്രം, ആ വാഗ്ദത്തങ്ങൾ അനുഭവിക്കേണ്ട ആളുകളാണ് തലമുറ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ തലമുറ എന്ന് പറയുന്നത് സ്തോത്രം, നമ്മോടുള്ള വാഗ്ദത്തങ്ങളെ അബ്രഹാമിനോടുള്ള വാഗ്ദത്തങ്ങൾ അനുഭവിച്ചത് മക്കളാണ്. സ്തോത്രം. അതിന്റെ വലിയ അനുഭവങ്ങൾ അനുഭവിച്ച മക്കളാണ്. സ്തോത്രം. മക്കളില്ലാതെ വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ദുഃഖാനുഭവമാണ്. പക്ഷേ ദൈവം കാര്യം ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ ദൈവം വീട്ടിൽ മച്ചിയായവളെ എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഉള്ളവളെ അവൾ അവിടെ നിന്ദിതയാണ്, പ്രയാസം അനുഭവിക്കുന്നവളാണ്, പ്രതിസന്ധി അനുഭവിക്കുന്നവളാണ്. പക്ഷെ അവളുടെ ആ വലിയ അനുഭവത്തെ ദൈവം മാറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ ബാരൻ ആയിരിക്കുന്ന അനുഭവങ്ങളെ ദൈവം മാറ്റും. വരണ്ട അനുഭവങ്ങളെ ദൈവം മാറ്റുമെന്നാണ് പറയുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നത് കേട്ടോ. അവൻ മക്കളുടെ അമ്മയായി സന്തോഷം. അതുവരെ അവൾക്ക് സന്തോഷമില്ലായിരുന്നു. സ്തോത്രം. പക്ഷെ ദൈവം അവൾക്ക് സന്തോഷം കൊടുക്കുകയാണ്. ദൈവം അവൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കുകയാണ്. ഇന്ന് ഈ കുറച്ച് സമയം നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ സ്തോത്രം, സർവശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ സർവശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളെ, ദൈവത്തിന്റെ സർവശക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കാൻ കഴിയും എന്ന് ഞാൻ പറയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 5 മിനിറ്റും കൂടെ ഉണ്ട്. യോബിന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വളരെ സഡനായിട്ടൊന്ന് വായിക്കുകയാണ്. എൻ്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും, ഘോൽ പക്ഷിയെ പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും. എൻ്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു, എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് വന്ന് രാപാർക്കുന്നു, എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു, എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. അല്ലെങ്കിൽ ഈ വാക്യം എന്തിനാ വായിച്ചെന്നറിയോ ദൈവമക്കളെ? ഈ വാക്യം തകർന്ന് ധൂളിയായി പോയ പൊടിയിൽ കിടക്കുന്ന സ്തോത്രം, എല്ലാ സിറ്റുവേഷനുകളിലും വല്ലാത്ത ദുരന്തം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവചരിത്രമാണ് യോബിന്റെ പുസ്തകം. ഹല്ലേലൂയ. ഞാൻ ആ മറ്റേ വാക്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. താനിപ്പോൾ ഈ വാക്യം, ഞാനിവിടെ വായിച്ച വാക്യമുണ്ടല്ലോ, ആ വാക്യം വായിക്കുമ്പോൾ ആ മനുഷ്യൻ വല്ലാത്ത ദുരന്തങ്ങളിലൂടെ പോവുകയാണ്, വല്ലാത്ത വേദനകളിലൂടെ പോവുകയാണ്, കൂട്ടുകാരുടെ ഒറ്റപ്പെടത്തിലൂടെ പോവുകയാണ്, വല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. പക്ഷേ അവൻ പ്രതീക്ഷ ദൈവത്തിൽ വെക്കുകയാണ്. വൺ ഡേ, ഒരു ദിവസം അവൻ എൻ്റെ സ്ഥിതി മാറ്റും,
അവൻ എൻ്റെ ജീവിതത്തിന്റെ ക്രമം മാറ്റും. അവൻ എൻ്റെ ജീവിതത്തിന്റെ ഓർഡർ മാറ്റും. അവൻ എന്നെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ഇയ്യോബ് പറയാണ്, മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടന്നാലും എന്റെ ദൈവത്തിന് എന്നെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. എന്റെ ദൈവത്തിന് എന്നെ ആ നഷ്ടപ്പെട്ടു പോയ പഴയ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ കഴിയും. ദൈവമക്കളെ, ഏതെങ്കിലും നിലകളിൽ, പ്രൈസ് ദി ലോർഡ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും നിലകളിൽ നിന്റെ നഷ്ടപ്പെട്ടു പോയ പഴയ മഹത്വത്തിലേക്ക് എന്റെ ദൈവം എന്നെ ഒന്ന് തിരികെ കൊണ്ടുവരണമേ. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, എന്റെ ആത്മീക ജീവിതത്തിലേക്ക് എല്ലാം എന്നെ ഒന്ന് തിരികെ കൊണ്ടുവരണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ഏൽ ഷദായിയാണ്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ സർവവ്യാപിയായ ദൈവമാണ്. അവൻ കരുത്തുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷയെ അറ്റപ്പെട്ട് കിടക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഇയ്യോബ് പറയുകയാണ്, ആമേൻ, സ്തോത്രം, എന്റെ പേര് ചലിക്കാൻ തുടങ്ങും. എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് വന്ന് രാപാർക്കുന്ന ഒരു മഹത്വത്തിന്റെ കാലമുണ്ടാകും. എന്റെ ജീവിതത്തിന്റെ അകത്തിന്റെ ബില്ല് ബലത്തോടെ ഇരിക്കുന്ന ഒരു നല്ല കാലം ദൈവം തരും. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ഈ ലോകത്ത് ഷോർട്ട് പീരീഡ് ആണ്. പക്ഷെ ദൈവത്തിന് മിറക്കൽ ചെയ്യാൻ കഴിയും. ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ കഴിയും. ഏതെങ്കിലും നിലവാരത്തിൽ ആമേൻ നിന്റെ ഹൃദയം ക്ഷീണിച്ച് വ്യാകുലപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് പ്രോമിസ് തരികയാണ്. ആമേൻ. ആ പ്രോമിസ് എന്താണെന്നറിയാമോ? ഐ ആം ഏബിൾ. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്നെ കൊണ്ട് കഴിയും. എന്നെ കൊണ്ട് ദരിദ്രാനുഭവങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. എന്നെ കൊണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയും. എന്നെ കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദുഃഖത്തിന്റെ കഠിനമായിരിക്കുന്ന തിളയ്ക്കുന്ന ചെമ്പഴിച്ചു മാറ്റി ആമേൻ സന്തോഷത്തിന്റെ വലിയ അനുഭവങ്ങൾ തരാൻ കഴിയുന്ന മഹാദൈവമാണ്. ആ ദൈവത്തിങ്കിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു വലിയ പ്രഭാഷണമല്ല ചെയ്തത്. ഹൃദയത്തിന്റെ അകത്തേക്ക് കോറിയിടുന്ന ചില തിരുവചന ചിന്തകൾ മാത്രമാണ് ഇട്ടത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ഹൃദയത്തിനൊത്തവണ്ണമുണ്ടായി നമ്മൾക്ക് ജീവിക്കാൻ ഇടയാകട്ടെ. ബലമുള്ളൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, കരം പിടിച്ചു നടത്തുന്ന ദൈവം, കുഴി കുഴിച്ചോ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവം, യുദ്ധം ചെയ്യാൻ പോകൂ, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ ദൈവം, പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ആമേൻ, എഴുന്നേൽപ്പിക്കുന്ന ദൈവം, ഇരുത്തുന്ന ദൈവം, സന്തോഷിപ്പിക്കുന്ന ദൈവം. ഈ ദൈവം നമ്മെ നിരന്തരം വഴി നടത്തുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ദൈവം നമ്മളെ നടത്തട്ടെ. എൻ്റെ ഒരു സാക്ഷ്യം കൂടെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 2022 മുതൽ ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ, വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ഒരു വലിയ ചീറ്റിങ് ഞങ്ങൾക്കുണ്ടായി. വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് ഞങ്ങൾക്കുണ്ടായി. അത് മുഖാന്തരം ലോണുകൾ, കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ഞങ്ങൾ മുഴുവൻ വല്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് പറയുകയാണ്, ആമൻ, ഞാൻ നിന്നോട് കൂടെ ഇല്ലേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അതാത് സമയത്ത് വഴി തുറക്കുന്ന ഒരു ദൈവം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവൻ മേലാലും നടത്താൻ ശക്തനാണ്. ആമേൻ. വലിയ പ്രതിസന്ധിയിലൂടെ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആശ്വാസത്തിന്റെ കിരണങ്ങൾ ഞങ്ങളെ ശക്തീകരിക്കട്ടെ. നോർത്തിലൊക്കെ വന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ വരുവാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സിറ്റുവേഷൻ, ദൈവത്തിന്റെ നിയോഗം അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിന്റെ ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വളരെ വിനയമാകുന്ന ആമേൻ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച സുനിൽ പാസ്റ്ററുള്ള അഗൈതമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ സമയത്തെ നിന്ന് പിൻവാങ്ങുന്നു. ദൈവം നമ്മളെ ആദരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന. കർത്താവിൻ്റെ ദാസൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെയാണല്ലോ സംസാരിച്ചത്. എൽ ഷദ്ദായ്,
ഇസ്രായേൽ ജനത പറയുകയാണ്, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ മനസ്സിലാക്കിയിട്ട് അവർ പറയാണ്, എൽ ഷദ്ദായി, ഞങ്ങളെ കരുതുന്നവനായ ദൈവം, സർവശക്തനായ ദൈവം, ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന ദൈവം, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അവർ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ അതാണല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ, ആരും തുണയായിട്ടില്ലാതെ നമ്മൾ നിസ്സഹായരായി തീരുന്ന അനേകം അവസരങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ നിരാശരായി തീരാൻ സാധ്യതയുള്ള അനേകം അവസരങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് മനുഷ്യ സഹജമാണ്. വലിയ വലിയ പ്രവാചകന്മാർ, ദൈവത്തിന് വേണ്ടി വലിയ ശക്തരായി നിന്ന ഏലിയാവ്, അതുപോലൊക്കെയുള്ള വലിയ ആളുകൾ പോലും ചില ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ അവർ ഹതാശാചിത്തരായി തീർന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശരായി ഒക്കെ തീർന്നിട്ടുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുന്നതിന് സാധിക്കും. എന്നാൽ ഇന്ന് നിൽക്കാൻ നമ്മൾ കേട്ടതായ ആ പ്രത്യാശയുടെ വചനം, നമ്മൾ എത്ര നിരാശയിലാണെങ്കിലും, എത്ര പ്രതീക്ഷകളില്ലാത്ത സാഹചര്യമാണെന്ന് നമുക്ക് തോന്നിയാലും, ദൈവം നമ്മളോട്, ദൈവത്തിൻ്റെ വാഗ്ദാനം അതാണ്. ദൈവം പറയാണ്, നിങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല, ഉണങ്ങിയ അസ്ഥികളാണ്. ഇസ്രായേൽ ജനം പറയാണ്, ഞങ്ങൾ ഉണങ്ങിയ അസ്ഥികളെ പോലെയാണ്, ജീവൻ്റെ യാതൊരു തുടിപ്പുമില്ലാത്ത പൊടിയിൽ കിടക്കുന്ന അങ്ങേയറ്റ ഉണങ്ങിയ അസ്ഥികളാണ്. എന്നാൽ ആ ഉണങ്ങിയ അസ്ഥികളെ ഒരു സൈന്യമാക്കി തീർത്ത്, ഒരു ശക്തമായ ഒരു സൈന്യമാക്കി തീർക്കുന്നതിന് ദൈവത്തിന് കഴിയും. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിദാസൻ പറഞ്ഞ പോലെ, ഇന്ന് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇരുളടഞ്ഞ ഭാവി ഒക്കെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസത്തോടുകൂടെ ശക്തമായി നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ കൈവിടുകയില്ല. അതാണ് കർത്താവിൻ്റെ ആ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് വളരെ ശക്തമായിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചു. കർത്താവിൻ്റെ ദാസനെ പോകുന്ന സാഹചര്യങ്ങളെയൊക്കെ കർത്താവ് അറിയുന്നല്ലോ. ആ സാഹചര്യങ്ങളെയൊക്കെ തുടർന്നും അതിജീവിക്കുന്നതിനുള്ള ശക്തി കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, എല്ലാവിധ ആശംസകളും നേരുന്നു. കർത്താവ് നമ്മേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.